അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടല്ലോ. അപ്പോൾ നമ്മളിന്ന് കബൺ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നല്ല പൊരി മസാലയും അതേപോലെ നെയ് റോസ്റ്റും ഒക്കെ ആയിട്ടാട്ടോ. ഉപ്പുമാവും ഉണ്ടായിരുന്നു കൂടെ. നല്ലൊരു ചായയും കുടിച്ചു. നമ്മളെ സ്ഥിരം പ്ലേസ് തന്നെ കേട്ടോ. നമ്മുടെ വെജ് ഹോട്ടലായ ആഹാരഭവൻ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നല്ല ഈ ഡിഷും കാര്യങ്ങളൊക്കെ വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കഴിക്കാൻ. വെജാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെജാട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഒരു ആഗ്രഹം, ക്യാരംസ് കളിച്ചാലോ എന്നുള്ളത്. അപ്പോൾ ക്യാരം ബോർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷോപ്പിൽ നോക്കി. അപ്പോൾ ഫസ്റ്റ് ഷോപ്പിൽ നോക്കിയപ്പോൾ ആ സൈസ് അങ്ങോട്ട് നമുക്ക് പിടിച്ചില്ല. അതിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൈസ് തീരെ വലിപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് നിശാന്തിന് കിട്ടിയ പണിയാണ് കേട്ടോ ഇത്. ഇവൻ എന്നും നിശാന്തിനെ ഇങ്ങനെ പിടിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ കൂടെയുള്ള കിരൺ ബ്രോ അവന് ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, എനിക്ക് മകനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സാഡാണ്. കുട്ടികൾ അങ്ങനെ ബെഗ് ചെയ്യണ കാണുമ്പോൾ ഭയങ്കര സാഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് പോവായിരുന്നു. അപ്പം അങ്ങനെയാണ്, ബാംഗ്ലൂർ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്കൊന്നും അതിലൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ കാണുമ്പോൾ സാഡാണ്, ബട്ട് ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മളതൊക്കെ പറഞ്ഞ് ചിരിച്ച് പോവായിരുന്നു ഓരോ കാര്യങ്ങൾ. കാരണം ചില ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ, ചില ഓവറായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതായിരുന്നു കാര്യം. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മളൊന്ന് പോയി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ കിട്ടുമോ, എന്താണ് അവസ്ഥ എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് സ്റ്റേഷനറി ഷോപ്പുകളുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉള്ള, നമുക്ക് വേണ്ട A to Z കാര്യങ്ങളുള്ള ഷോപ്പുകൾ അടുപ്പിച്ചടുപ്പിച്ച് ഇത് നടക്കാനുള്ള ദൂരമുള്ളൂ. നിങ്ങൾ ആലോചിച്ച് 1 കിലോമീറ്റർ പോലും ഇല്ല ഒരു ഷോപ്പ് മുതൽ അടുത്ത ഷോപ്പ് വരെ കേട്ടോ. അപ്പോൾ അത്രയും ആൾക്കാർ ക്രൗഡഡ് ആയിട്ട് തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിൻ്റെ ഏത് സ്ട്രീറ്റ് എടുത്താലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ബ്രൂ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലം എല്ലാവരും കേട്ടിട്ടുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആ ഒരു പ്ലേസാണ്, വൈറ്റ് ഫീൽഡിൻ്റെ അടുത്താണ് ബ്രൂക്ക് ഫീൽഡ് എന്നുള്ള പറഞ്ഞുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അറ്റ് ലാസ്റ്റ് ഒരു ക്യാരം ബോർഡ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ക്യാരംസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, സ്ട്രൈക്കോയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് കണ്ടിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളുള്ളിലെ കുട്ടികളുണ്ടല്ലോ അതാണ്. അപ്പോൾ അർജുൻ്റെ ആണെങ്കിലും ആകാശിൻ്റെ ആണെങ്കിലും നമ്മൾ അത് നോക്കി കയറുന്നുണ്ട്. ഒരുപാട് കുഞ്ഞു മക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കാലത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട്, അല്ലെങ്കിൽ മെൻസ് കണ്ടന്റ് ആയിട്ടുള്ള കുറേ പീക്ക് മെയിൽ കണ്ടന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട്. അതാണ് അർജുൻ മേനോൻ കളിക്കുമ്പോൾ നമ്മൾ എടുത്ത് ഒരു വീഡിയോ എടുക്കി എടുത്തിട്ടോ. വളരെ വളരെ രസമായിരുന്നു JCBയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. വേഗം ക്യാരംസ് കളിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നടക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ എപ്പോഴും ബിസിയാണ്. നല്ല ക്ലൈമറ്റ് ആട്ടോ, പറയാൻ വിട്ടുപോയി. നല്ല ക്ലൈമറ്റ് ആട്ടോ. ഈ ഒരു നമ്മൾ 10-10:30 11 മണി കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഓൾമോസ്റ്റ് ആ സമയത്തായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു ബാംഗ്ലൂരുള്ളത്. വെറുതെ അല്ല ഇത്രത്തോളം IT-ക്കാർ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടു. പിന്നെ പറയാനുള്ളത് ബാംഗ്ലൂരിൻ്റെ ഈ ലേ ഔട്ടിനെ കുറിച്ചിട്ടാട്ടോ. എവിടെ പോയാലും ഇതേപോലെ കാണാം. സൈഡിൽ കാർ നിർത്തിയിട്ടുണ്ടാവും, ഒരു സൈഡ് ഫുള്ള് ഫ്ലാറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഗ്രൗണ്ടോ കാര്യങ്ങളോ ഉണ്ടാവുമായിരിക്കും. ഈ ഒരു ലേ ഔട്ട് തന്നെയുള്ളൂ ബാംഗ്ലൂർ. അതായിരുന്നു നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നത്. സൗണ്ട് വോയിസ് ആയിരുന്നു എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കാറും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ പിന്നൊരു കാര്യം കണ്ട്, നമ്മളിപ്പോൾ ഓട്ടോമൊബൈൽ ചാനലും കൂടി നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാറിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ, ഇവിടെയുള്ള കാറൊക്കെ വലുതാട്ടോ. ഇവിടെ ഇത്രയും ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിട്ടും ചെറിയ കാറൊന്നല്ല ആൾക്കാർ യൂസ് ചെയ്യുന്നത്. എല്ലാം വലിയ കാറുകൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ, ഇതൊരു ഈ ഫോക്സ് വാഗൻ്റെ കാറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആൾക്കാരൊന്നും കുറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലേ ഔട്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ കാരൻസ് ഉണ്ട് അവിടെ. അപ്പം ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര പൊടിയും ശല്യമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം കാരൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതേപോലെ എന്താ പറയുക, ഇവിടുത്തെ ലേ ഔട്ടൊക്കെ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇതാണ് അവിടുത്തെ ലേ ഔട്ട്. ഇങ്ങനെ തന്നെയാണ് എല്ലാ ഒരു സ്ഥലത്ത് പോയാലും. ഞാൻ അന്ന് പണ്ട് പോയപ്പോഴും ഏത് വഴിയിലൂടെ പോവുകയാണെങ്കിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ലേ ഔട്ട് ഉണ്ട്. തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ തെറ്റിക്കഴിഞ്ഞാലും തിരിച്ചെത്താൻ പറ്റും. പിന്നെ ഈവൻ ഈ ഒരു റോഡ് അടക്കം നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം ഉള്ളത് കേട്ടോ. ഈ ഇങ്ങനത്തെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി പോലത്തെ സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, മാപ്പൊക്കെ അത്ര അപ്ഡേറ്റഡ് ആണ്. നമുക്ക് മാപ്പ് നോക്കിയിട്ട് ബസ് വരും, ബസ്സിൻ്റെ റൂട്ടും കാര്യങ്ങളും, ഏത് ബസ് എങ്ങോട്ട് കയറണം എന്നുള്ളതൊക്കെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കൊക്കെ അതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ഏട്ടൻ്റെ കൂടെ പോയതുകൊണ്ട് തന്നെ, പിന്നെ ഏട്ടൻ്റെ ബൈക്ക് എടുത്ത് ചുറ്റിയോണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം അവിടെ നിന്നിട്ടുള്ളെങ്കിലും എന്താ പറയുക, നല്ല അടിപൊളി അനുഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൂം മേലെയാണ്, അതിൻ്റെ തൊട്ട് ഭയങ്കര മേലെയാണ്, 4th എന്ന നിലയിലാണ്
നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ചെറിയ റൂമും കോണിയും കാര്യങ്ങളൊക്കെ ചെറുതാണ് കേട്ടോ. ഇവിടെയൊക്കെ അടുപ്പിച്ചടുപ്പിച്ചാണ് റൂം കണ്ടില്ലേ. അല്ലെങ്കിൽ ഫ്ലാറ്റും കാര്യങ്ങളും, അല്ലെങ്കിൽ ഫ്ലാറ്റാണോ അപ്പാർട്ട്മെൻ്റ് ആണോ എന്താ പറയാമെന്നറിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടുപ്പിച്ചടുപ്പിച്ചാട്ടോ. ചെറിയ സ്പേസ് ഇല്ല. നമ്മുടെ റൂമിൻ്റെ ജനവാതിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾക്കാരെ വീടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഭയങ്കര ഒരു പ്രൈവസി ഒന്നും ഉണ്ടാവില്ല, ബട്ട് ആർക്കും ആരെ കാര്യം ചിന്തിക്കാനോ നോക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ അല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ അല്ലേ, ഒരു എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. അത്രയും എടുത്താട്ടോ. അപ്പോൾ നമ്മൾ ക്യാരംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 കളികളൊക്കെ കളിച്ചു കേട്ടോ. നൈറ്റും കളിച്ചു, അതേപോലെ രാവിലെയും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഉച്ചയായപ്പം നമ്മൾ കളിച്ച് സമയം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയായപ്പോൾ പിന്നെയുള്ള അടുത്ത മെയിനായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എവിടുന്ന് ഫുഡ് കഴിക്കും എന്നുള്ളതായിരുന്നു കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് അടിപൊളി ആവണമല്ലോ. ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പിന്നെ വിചാരിച്ചത്, പിന്നെ എല്ലാവരും തീരുമാനിച്ചു രുചി കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി മലയാളി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ രുചി കിച്ചണിലേക്കുള്ള നടത്തത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പുതിയൊരു ഫ്രണ്ടും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ഇൻട്രോവേർട്ടാണ്, ഞാൻ കാണിച്ചു തരാം. പുള്ളിനെ കാണിച്ച് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കബൻ പാർക്കിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. രുചി കിച്ചണിൽ പോയിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാമേ. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു മൊമെൻ്റാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ പുതിയ അതിഥി കേട്ടോ. നമ്മുടെ കൂടെ വന്നിട്ടുള്ള പുതിയ അവനും ടാറ്റ്ലെക്സിലായിരുന്നു. പിന്നെ അവൻ വേറെ ജോബ് കിട്ടി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ പേര് പറഞ്ഞില്ല, അഭിനന്ദ് എന്നാണ് കേട്ടോ പേരുള്ളത്. പുള്ളിയുടെ പേര് അഭിനന്ദ് എന്നാണ്. നമ്മളൊക്കെ ഒരേ ഓഫീസിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അവൻ MCUലായിരുന്നു, ഞങ്ങൾ TBUലായിരുന്നു. ആ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് മാത്രം. അപ്പോൾ ബിരിയാണീനെ കുറിച്ച് നമ്മളെല്ലാവരും ബിരിയാണിയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫുൾ ബിരിയാണി വലിയ അഹങ്കാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഹാഫാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാഫിന് 120ഉം ഫുള്ളിന് 180 അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത് കേട്ടോ. കേരള തലശ്ശേരി ബിരിയാണി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ബിരിയാണി കിട്ടാൻ കുറേ ടൈം എടുത്തു, 15 മിനിറ്റ്സിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 3 മണി സമയം ആയല്ലോ എത്താൻ. അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക, ബിരിയാണി ഓക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു. വെച്ചാൽ റൈസ് എനിക്ക് നാട്ടിൽ അതേ ടേസ്റ്റ് കിട്ടില്ല. ബട്ട് സംഭവം ഇവിടുന്ന് കഴിച്ചാൽ അത്യാവശ്യം നല്ല തരക്കേടില്ലാത്തൊരു ബിരിയാണി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹോട്ടലിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയാം. ഇവിടുന്ന് നേരെ മേലേക്ക് കയറി പോകാട്ടോ രുചി കിച്ചൺ. നിങ്ങൾക്കപ്പം സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അടിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ വരണമെന്നില്ല, ബ്രൂഫില്ലാവണമെന്നില്ലല്ലോ എല്ലാവരും. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞത് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഊബർ ഓട്ടോ ആണ്. അപ്പം അവർ 3 ആൾക്കാർ അതിൽ കയറിയിട്ടുണ്ട്. നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടുന്ന് നേരെ കബൻ പാർക്കിലേക്ക് പോവുകയാണ് നമ്മുടെ എയിം കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ട്. നമ്മുടെ ഓട്ടോയ്ക്ക് ചെറിയൊരു നിശാന്തിൻ്റെ ഫോണിന് ചെറിയൊരു ഇഷ്യൂ. അവൻ ലൊക്കേഷൻ ഇടുമ്പോൾ ഫോണിനാണോ ഇതിനാണോ ഊബർ ഓട്ടോയ്ക്കാണോ എന്താണ് അവസ്ഥ എന്നറിയില്ല. അതെന്തോ സംഭവം വർക്കാവുന്നില്ല. ലൊക്കേഷൻ പറഞ്ഞത് വേറെ എവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് 2-3 പ്രാവശ്യം അങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അപ്പം ബാംഗ്ലൂരിൻ്റെ ട്രാഫിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓട്ടോവും കാര്യങ്ങളൊക്കെ വിളിച്ച് പോയതുകൊണ്ട് വല്ലാതെ ട്രാഫിക് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇത് സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കും കാര്യങ്ങളും കുറവായിരുന്നു. ഇത് പിന്നെ ഇവിടെ കോമൺ ആണ് തോന്നുന്നു. 2 ആൾക്കാർ നമ്മൾ 3 ആൾക്കാരെ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷേ അവർ ഓൾറെഡി 2 ആൾക്കാരായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് തോന്നുന്നു. പിന്നെ ഇവിടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വല്ലാതെ അങ്ങനെ സ്ട്രിക്റ്റ് അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഓട്ടോ ആണെങ്കിലും അതേപോലെ ബസ്സാണെങ്കിലും ഈവൻ ബൈക്കാർ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നതാണെങ്കിലൊക്കെ കോമൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നോക്കുന്നില്ല തോന്നുന്നു. പക്ഷേ കേരള വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കുന്നതായിട്ട് തോന്നിട്ടോ. അപ്പോൾ നമ്മൾ പിന്നെയും തിരിച്ച് നമ്മൾ ഇന്നലെ കയറി അതേ മെട്രോ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുന്തനഹള്ളി എന്നാണ് പേര് തോന്നുന്നു. അപ്പം അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് നമ്മൾ എന്താ പറയുക, This is 50 rupees card cost. Oh. And minimum balance you have to maintain 90. how much rupees minimum balance? 90 rupees. 90 rupees. 90, 100. Okay. Till 2000 you can recharge. Till 2000? You can recharge. Yeah, okay. Okay, You're great. making video. Yeah, I'm just making a video. ഞാൻ മെട്രോ കാർഡ് എടുത്തു, ബാംഗ്ലൂർ മെട്രോയുടെ കാർഡ് എടുത്തു. സിമ്പിൾ പരിപാടിയാണ്, ജസ്റ്റ് പോയിട്ട് എടുത്താൽ മതി. എൻ്റെ സ്റ്റെപ്പ് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പോയിട്ട് അവിടെ പോയിട്ട് കാർഡ് പറയാം. കാർഡിന് 50 രൂപയാണ് വരുന്നത്. നമ്മൾ പിന്നെ എത്ര മിനിമം റീചാർജ് 100 റുപ്പീസ് വേണം. അപ്പോൾ അത് അവിടെ തന്നെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് പോയി എടുത്താൽ മതി. പേരും കാരണങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് പോവുക എടുക്കുക. അതാകുമ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മാത്രം മതി. ഭയങ്കര സുഖമാണ് നമുക്ക് കേട്ടോ. അപ്പോൾ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ മെട്രോ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇവിടേക്ക് വരുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ കാർഡ് കച്ചവടമാക്കും. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറിയിട്ടോ. അപ്പോൾ കാറ്റർപില്ലറിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വേറൊരു ഓഫീസെന്ന് തോന്നുന്നു എടുത്തുള്ള. ഇത് ഒരുപാട് ഓഫീസ് ബാംഗ്ലൂർ തന്നെ ഉണ്ട് തോന്നുന്നു. ബാംഗ്ലൂർ തന്നെ അങ്ങനെ ഒരുപാട് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം, അതുകൊണ്ട് ഫോട്ടോ എടുത്തു കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു. ഇവിടുന്ന് മെട്രോന്ന് പുറത്തേക്ക് നോക്കാൻ നല്ല വൈബായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ ആ ഒരു ഭംഗി ഇതിലേക്ക് പകർത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഫുള്ളായിട്ട്. പിന്നെ മെട്രോയിൽ എന്താ പറയുക, മെട്രോയിൽ കയറാത്ത ആൾക്കാർ ഇപ്പോൾ കുറവായിരിക്കുമല്ലോ എന്തായാലും.
മെട്രോയിൽ എന്താ പറയുക, കൺവീനിയൻ്റ് ആണ് എല്ലാവർക്കും പോയി വരാനാണെങ്കിലും ട്രാഫിക് ഇല്ലാതെ പോകാനാണെങ്കിലും പെട്ടെന്ന് എത്തും. ഈ പറഞ്ഞ കിലോമീറ്ററൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഏകദേശം 15-20 കിലോമീറ്റേഴ്സ് മേലെ ഉണ്ട് തോന്നുന്നു നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് കബൻ പാർക്കിലേക്ക് എത്താൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ബസ്സിൽ പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതൊരു നൈറ്റ് മെയർ ആവട്ടോ. ഞങ്ങൾ തിരിച്ചു വന്നത് ബസ്സിലാണ്, ഞാൻ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ നേരെ കബൻ പാർക്കിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. കബൻ പാർക്കിൻ്റെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ ആട്ടോ. അത് ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോഴും എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ് കബൻ പാർക്കിൻ്റെ സ്റ്റേഷൻ വരുന്നത്, മെട്രോ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സായിട്ട് വരാം, ഫാമിലി ആയിട്ട് വരാം, കപ്പിൾസായിട്ട് വരാം, ഇനി എന്ത് പരിപാടിയാണെങ്കിലും ഇവിടെ നടത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തേക്ക് പോവുക, അത്രേ പറയുള്ളൂ. ഇവിടെ ഒരുപാട് കുൽസിത കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇവിടെ നല്ലൊരു എന്താ പറയുക, പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ചെക്കന്മാരെ കൂടെ വരികയാണെങ്കിൽ സൊറ പറഞ്ഞിരിക്കാനും ഇനി നിങ്ങൾക്ക് വായി നോക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ഇൻ ബാംഗ്ലൂരാണ് കേട്ടോ കബ്ബൻ പാർക്ക്. അപ്പം ഒരുപാട് കാരിക്കേച്ചറും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിക്ചേഴ്സാണെന്ന് തോന്നുന്നു, പിക്ചറും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചിട്ട് നോക്കിയിരുന്നു. അതേപോലെ കുറച്ച് ആൾക്കാരെ, ഈ കലാകാരന്മാർ കാര്യസൃഷ്ടികളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ചിട്ട് നോക്കിയിരുന്നു. പുള്ളീൻ്റെ അടുത്ത് നിന്ന് ഗിറ്റാർ കുറച്ച് വായിക്കുന്നുണ്ടായിരുന്നു പുള്ളി. നമ്മളെ കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു ഒന്ന് വായിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തു വന്നു. രസമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടപ്പോൾ നമ്മുടെ കാലിക്കറ്റ് ബീച്ചിനാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഈ നോമ്പ് കാലത്തൊക്കെ നമ്മളുണ്ടല്ലോ അവിടെ വന്നിട്ട് നോമ്പ് തുറ ആ സംഭവമൊക്കെ ചെയ്യില്ല, അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ തണുപ്പം തന്നെ നേരെ പോയിട്ട് നല്ല 2 ഐസ്ക്രീം അല്ലെങ്കിൽ ഐസൊക്കെ, മേനോന് ചെറിയ തൊണ്ടവേദന ഉണ്ട് എന്നൊക്കെയാണ്, പക്ഷെ അപ്പം പറഞ്ഞു ഇത് കഴിച്ചാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് മേനോനെ കൊണ്ട് വാങ്ങിപ്പിച്ചു കേട്ടോ. നമ്മൾ ചോക്കോബാറും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ്, തണുപ്പത്ത് കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ചേച്ചി നമ്മൾ പാക്കറ്റ് പൊളിച്ചിട്ടാണോ തരുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇവർ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഏതാണോ വേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ പാക്കറ്റ് പൊളിച്ചത് നിങ്ങൾ നോക്കി നോക്കൂ. ആ ചേച്ചി കവറും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് തരുന്നത്. അപ്പോൾ അതാകുമ്പോൾ വേറെ എവിടേക്കും നമ്മൾ കൊണ്ടുപോയിടൂല. അത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അർജുൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് റാസ്ബെറി ആയിരുന്നു കേട്ടോ. അപ്പം അതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളൊക്കെ മാംഗോ ആയിരുന്നു, എല്ലാവരും അധികം ആൾക്കാരും ഓർഡർ ചെയ്തിട്ടുണ്ട്. ആകാശം ഇവരൊക്കെ കുൽഫി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടോ. അപ്പം അവരൊക്കെ അത് കഴിച്ചു. നമ്മൾ കബൻ പാർക്കിൽ വന്നാണ് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. ഭയങ്കര മാസീവായിട്ടുള്ള വലിയ പാർക്കാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഏട്ടൻ്റെ കൂടെ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. നൈസാണ്, നിങ്ങൾ കണ്ട മാത്രം കാണാം, അല്ലാത്ത ഇവിടെ കുറച്ച് എന്താ പറയുക, കുറച്ച് വാക്കും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഈവനിങ് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യണം ഫാമിലീൻ്റെ കൂടെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരുപാട് നടക്കാനും ഒരുപാട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഷട്ടിലും കാര്യങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഉള്ള ചെറിയ ഓപ്ഷൻസും, ഇരുന്ന് റെസ്റ്റ് എടുക്കാനും. ഇവിടുത്തെ ക്ലൈമറ്റ് അറിയാലോ. അപ്പോൾ ആ ക്ലൈമറ്റിൻ്റെ കൂടെ ഇതൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഇനി അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മളെപ്പോലെ വന്നാണെങ്കിൽ സൊറ വന്നിരിക്കാനും, നിങ്ങൾക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലേസാണ് കേട്ടോ കബ്ബൻ പാർക്ക്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കബ്ബൻ പാർക്ക്. നമുക്കിവിടെ മെട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും നടക്കുവാണ് ഗൈസ്. നടന്ന് ഉപ്പാട് പോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. പക്ഷേ ഇവരെ കൂടെ നടക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ആ ഒരു ഫീൽ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോ ആൾക്കാരെ ഊക്കിക്കൊണ്ടിട്ടും, മെയിനായിട്ട് അർജുൻ മേനോനെയാണ് ഊക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഊക്കി നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഫാമിലിയും കാര്യങ്ങളൊക്കെ അവിടെ കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വൈഫിനെയും കുട്ടീനൊക്കെ കൊണ്ടുവരാൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നിട്ട് കളിക്കാനും അവനൊക്കെ വരികയായിരുന്നെങ്കിൽ അവരിവിടെ കൊണ്ടുവരണം എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇഫ് പോസിബിൾ ഞാൻ എന്തായാലും ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് എന്തായാലും ബാംഗ്ലൂരേക്ക് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ഫ്രീക്കനായ വഴിക്ക് സ്കേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാനും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. ഇവിടെ 6:30ക്ക് ശേഷം നിങ്ങൾ അലൗ ചെയ്യില്ല കേട്ടോ. 5:30ക്ക് ശേഷം അകത്തേക്ക് കയറ്റില്ല. 6 ആകുമ്പോഴേക്ക് തന്നെ അവരെല്ലാവരും നമ്മുടെ PP വിളിച്ചിട്ട് പുറത്താക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കയറിയിട്ട് കുറച്ച് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഗാർഡൻ പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കുറച്ച് റിലാക്സ് ചെയ്തു, കുറച്ചധികം സൊറകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുകയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളി വൈബായിരുന്നു. എന്താ പറയുക, എല്ലാവരും ഒത്തു ഇണങ്ങി വർത്തമാനം പറഞ്ഞ് ട്രോൾ ചെയ്തിരിക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കുമല്ലോ. പിന്നെ
ഒരു ഈവനിങ് നല്ലൊരു ഹാങ് ഔട്ട്സ് പ്ലേസ് ആണ് ഈ കബൺ പാർക്ക് കേട്ടോ. പിന്നെ അവിടുന്ന് സെക്യൂരിറ്റി പി ഊതിയപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ നേരെ ഇറങ്ങി പുറത്തേക്ക് പോകാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അപ്പോഴും പ്ലാനൊന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറിയ എൻട്രൻസിലൂടെ അല്ല പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, വേറെ എൻട്രൻസിലൂടെയായിരുന്നു. എനിക്ക് കറക്റ്റ് പേരും കറക്റ്റ് സ്ഥലമൊന്നും അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മടിവാള എന്ന് പറഞ്ഞിട്ടുള്ള മലയാളീസ് കുറേ താമസിക്കുന്ന ഒരു മിനി കേരളം ഉണ്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അവിടെ പോയപ്പോഴാട്ടോ മനസ്സിലായത്. അത് അവിടെ പോയി കഴിഞ്ഞാൽ വേറെ തന്നെ അനുഭവമാട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അവിടേക്കുള്ള യാത്ര കേട്ടോ, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല ബീഫും കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്കും പറയട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കണേ. താങ്ക് യു. ബൈ. गाइस, आप लोग का स्वागत है मेरी नई ब्लॉग में, सॉरी ब्लॉग में।